എന്താണ് UAE VAT? വാല്യൂ ആഡഡ് ടാക്സ് എന്നാൽ UAE കമ്പനീസ് അവരുടെ ആനുവൽ ടേൺ ഓവർ 3,75,000 AEDക്ക് മുകളിൽ ആവുകയാണെങ്കിൽ UAE ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടി വരുന്ന ടാക്സാണ് വാല്യൂ ആഡഡ് ടാക്സ്. വെൻ വാസ് UAE VAT ഇൻട്രൊഡ്യൂസ്ഡ്? എപ്പോഴാണ് ഈ വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്? 1st January 2018. VAT was introduced across the UAE on 1st January 2018 at a standard rate of 5%. UAEയിൽ വാല്യൂ ആഡഡ് ടാക്സ് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ജാനുവരി 1, 2018 അവർ കളക്ട് ചെയ്യുന്നത് 5% റേറ്റിലാണ്. Who needs to register for VAT in UAE? ആരാണ് UAEയിൽ VAT രജിസ്റ്റർ ചെയ്യേണ്ടത്? If the taxable supplies and imports of a UAE-based business exceed AED 3,75,000 per annum. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ UAE കമ്പനീസും അവരുടെ ആനുവൽ ടേൺ ഓവർ 3,75,000 AEDക്ക് മുകളിലാവുകയാണെങ്കിൽ മാത്രമാണ് അവർ VAT രജിസ്റ്റർ ചെയ്യേണ്ടതും ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കേണ്ടതും. ഇനി പർച്ചേസ് വിത്ത് അഡീഷണൽ എക്സ്പെൻസ് ഇൻ ടാലി പ്രൈം. ടാലി പ്രൈം സോഫ്റ്റ്വെയറിൽ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഒപ്പം തന്നെ അഡീഷണൽ എക്സ്പെൻസും വാറ്റോടുകൂടി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ടാലി പ്രൈം സോഫ്റ്റ്വെയർ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്ന സ്റ്റോക്ക് ഐറ്റംസും അതിൻ്റെ അഡീഷണൽ എക്സ്പെൻസും വാറ്റോടുകൂടി ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ തിയററ്റിക്കലി പറയുന്നു, യു ക്യാൻ റെക്കോർഡ് ദ അഡീഷണൽ എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ എ പർച്ചേസ് ഇൻവോയ്സ്. പർച്ചേസ് ഇൻവോയ്സിൽ അഡീഷണൽ എക്സ്പെൻസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കാണിക്കാം. ഫോർ എക്സാമ്പിൾ, പാക്കിംഗ് ചാർജസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസ് എങ്കിൽ എങ്ങനെയാണത് കാണിക്കേണ്ടതെന്ന് നോക്കാം. ഓൾട്ട് G എന്ന് പ്രസ് ചെയ്യുക. ഗോ ടു ഓപ്ഷനിൽ നിന്നും ക്രിയേറ്റ് വൗച്ചർ എടുത്ത് പർച്ചേസ് വൗച്ചറുടെ ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F9 പ്രസ് ചെയ്യണം. അതല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നും വൗച്ചറിലേക്ക് പോയതിനു ശേഷം പർച്ചേസിൻ്റെ ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F9 പ്രസ് ചെയ്യാം. അതിനുശേഷം സപ്ലയർ ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, ഈ കാര്യങ്ങളെല്ലാം നമ്മളതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പാർട്ടി അക്കൗണ്ട് നെയിം ഫീൽഡിൽ സപ്ലയറുടെ ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കോമൺ പർച്ചേസ് ലെഡ്ജറിൽ വാറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള പർച്ചേസ് ലെഡ്ജർ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് സ്റ്റോക്ക് ഐറ്റംസിൽ വാറ്റ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വാറ്റ് ലെഡ്ജറും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ടാലി പ്രൈമിൽ കാണിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ F9 ഫംഗ്ഷൻ കീ പ്രസ് ചെയ്ത് വരുന്ന പർച്ചേസിൻ്റെ വൗച്ചറിൻ്റെ സ്ക്രീനാണിത്. ഇതിൽ പാർട്ടി അക്കൗണ്ട് നെയിമും പർച്ചേസ് ലെഡ്ജറും കൊടുത്തതിന് ശേഷം 2 സ്റ്റോക്ക് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പാക്കിംഗ് മെറ്റീരിയൽ എന്നുള്ള ഒരു എക്സ്പെൻസും എത്ര രൂപയാണ് നമുക്ക് ഇൻകർ ആയ ആ എക്സ്പെൻസ് എന്നുള്ള എമൗണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റോക്ക് ഐറ്റംസും അതിൻ്റെ ടോട്ടൽ എമൗണ്ടും അതിനോടൊപ്പം തന്നെ വരുന്ന പാക്കിംഗ് മെറ്റീരിയലിൻ്റെ ചാർജും കൂടെ ആഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ടാക്സ് റേറ്റ് ആണ് താഴെ വാറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. എൻ്റർ ചെയ്ത പർച്ചേസ് വൗച്ചറിൻ്റെ ടാക്സ് അനാലിസിസ് സ്ക്രീൻ കാണാനായി ടാലി പ്രൈമിൽ നിന്നും Ctrl+O എന്നുള്ള ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുകയും വാറ്റ് ടാക്സ് അനാലിസിസ് എന്നുള്ള സ്ക്രീൻ സെലക്ട് ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം വരുന്ന ഈ സ്ക്രീനിൽ നിന്നും Alt+F5 പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രീൻ കാണാനായിട്ട് സാധിക്കും. താങ്ക് യു.